ഇന്ന് നമ്മൾ സ്കാലപ്പ് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനൊരു A4 പേപ്പറാണ് എടുത്തേക്കുന്നത്. A4 പേപ്പർ എടുത്തിട്ട് ഞാൻ നീളം ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പോർഷൻ മതി, സ്കാലപ്പിനായിട്ടുള്ള ഭാഗം മാത്രം മതി. അപ്പോൾ അത് മടക്കിയിട്ട് ജസ്റ്റ് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഒരു പോർഷൻ മതി നമുക്ക് സ്കാലപ്പിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ ടാപ്പ് എടുക്കുക. ടാപ്പ് എടുത്ത ശേഷം നമുക്ക് സ്കാലപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 2 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് നമ്മൾ ആ ഒരു A4ൻ്റെ നീളം കൂടിയ ഭാഗത്ത് മാർക്ക് ചെയ്ത് പോവാണ്. ഇത്രയാണ്, ഇവിടെ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കത് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഇപ്പുറത്തും അടയാളപ്പെടുത്തുവാണേ. 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് ഫാൻ ഫോൾഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത്രയും പോർഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 പോയിൻറ്റും വെച്ചിട്ട്, അതായത് അപ്പുറവും ഇപ്പുറവും ഉള്ള പോയിൻ്റ് വെച്ചിട്ട് കറക്റ്റാക്കി പിടിച്ച് മടക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് മടക്കാവുന്നതാണ്. ഈ ഒരു എഡ്ജും കൂടെ മടക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതിനെ മടക്കി കൊടുക്കാം. ഫാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പണ്ട് ചെറുതിലെ ചെയ്യുന്ന ആ ഒരു ഫോൾഡിങ് മെത്തേഡാണ്. നമുക്കൊരു സൈഡ് മതി. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസിനെ കട്ട് ചെയ്തെടുക്കാം. അത്രയും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്യുവാണ്. നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് സ്കാലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. കറക്റ്റ് ഇതിൻ്റെ കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത ശേഷം നമ്മൾ ഫോൾഡൊക്കെ കറക്റ്റാക്കി വയ്ക്കുക. ദെൻ നമ്മൾ ഇവിടെയാണ് ഞാൻ കോർണറായിട്ട് എടുക്കുന്നത്, ഒരു കോർണർ പോയിൻ്റായിട്ട് എടുക്കുന്നത് ഈ സൈഡാണ്. അപ്പോൾ നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത് ഇപ്പുറത്തെ സൈഡിലായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് താഴോട്ട്, അതായത് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 1/2 ഇഞ്ച്, മാക്സിമം 1/2 ഇഞ്ച് മതി. അപ്പോൾ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇവിടെ നിന്ന് കർവാക്കി വരയ്ക്കാം. ഓക്കെ, കർവ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യുവാണ് വേണ്ടത്. ശേഷം നമ്മൾ ഇപ്പുറത്തുള്ള, അതായത് ഈ ഒരു സൈഡിലാണ് നമ്മൾ കോർണർ പ്ലാൻ ചെയ്തേക്കുന്നത്. ആ കോർണറിനുള്ള പീസിനെ മാറ്റി വെച്ച ശേഷം മറ്റേത് കട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് തന്നെ മടക്കിയ ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യാം. വേണ്ട പോർഷൻസൊക്കെ നീറ്റാക്കി കട്ട് ചെയ്ത ശേഷം നമുക്കിത് നിവർത്തി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോർണർ പോർഷൻ വരുന്നത്. ഇങ്ങനെ നിവർത്തുമ്പോൾ മൊത്തത്തിൽ വരും. ഞാൻ ഈ ഒരു കോർണർ പോർഷൻ നമുക്ക് ഇങ്ങനെ കോണോട് കോണാക്കി മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കിയ ശേഷം ഈ ഒരു സ്കാലപ്പ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കുക. ആ ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് നിവർത്താം. ഉണ്ടോ, ഇങ്ങനെയാണ് കോർണർ ഭാഗം മാത്രം വരുന്നത്. ഇത് വൈഡാക്കണമെങ്കിൽ വൈഡാക്കാം, അല്ലെങ്കിൽ ഇത്തിരി കൂടെ റൗണ്ടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. എന്നിട്ട് ഇത് വെച്ച് മാർക്ക് ചെയ്യുവാണ് വേണ്ടത്.
ഇത് ക്ലോത്തിലേക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വിഡ്ത്ത് ഏകദേശം ഒന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യണം. അല്ല, വിഡ്ത്ത് ഏകദേശം ഓക്കെ ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഒരു 1 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യാം. അതായത് നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് ഇട്ട് തയ്ച്ചാലേ തുണിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇട്ടിട്ട് അത് ആ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ ഒരു സ്കാലപ്പിനെ വെച്ച് മാർക്ക് ചെയ്ത് വിടാൻ. അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കാർഡ്ബോർഡ് പോലത്തെ കുറച്ചുകൂടെ കട്ടിയുള്ള ഇതിലേക്ക് മാറ്റി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ സ്കാലപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെ ഇനി നീക്കി വെച്ച് കൊടുത്തിട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചെയ്യുക. കോർണർ വരുമ്പോൾ ഈ കോർണറിനെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം വീതി വരുന്നുണ്ടോ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കോർണർ വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും. അങ്ങനെയാണ് ഷോളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 2 സൈഡിലും നമ്മൾ തയ്യൽ തുമ്പ് വിടണം, എന്നാലേ നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആരി വർക്ക് ആകുമ്പോൾ നമുക്ക് റിങ്ങിലിടാണ്ട് ചെയ്യാനേ പറ്റത്തില്ല. റിങ്ങിലോ ബോക്സ് സ്റ്റാൻഡിലോ ഇട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്കാലപ്പിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നത് കേട്ടോ.